അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മന്തിൽ ഷെജീറിന് ലീവുള്ളൊരു ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ഊബർ വന്ന് ഞങ്ങൾ അതിൽ കയറി പോവാണ്. ഐസുവിന് പിന്നെ എൻ്റെ ലിപ് ബാം കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലിപ് ബാമും ലിപ്സ്റ്റിക്കൊക്കെ കൈ കിട്ടിയത് ഇതുപോലെ ആക്കൂട്ടോ. ഫേസൊക്കെ ബ്ലഷ് ഇട്ടിക്കാന്നാണ് പറയണത്. ഞാൻ ഈ വീഡിയോസിൻ്റെ ഒക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടിട്ടാ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഐസു ക്യാമറ ഓൺ ആക്കിയതാ ഇതുപോലെയൊക്കെയാണ് സംസാരിക്കുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് സൂക്ക് വാക്കിഫ്ക്കാണ് കേട്ടോ. ഞാനിതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം റമദാൻ ടൈമിൽ ഞാൻ അവിടേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് സുഹൂർ കഴിക്കാൻ വേണ്ടി പോയതാണ് ആ ഒരു ഭാഗത്തേക്ക്. അന്ന് ഞങ്ങൾ ഏകദേശം പുലർച്ചെ 1 മണി ആ ഒരു ടൈമിലൊക്കെ പോയതുകൊണ്ട് തന്നെ അവിടെ മൊത്തത്തിൽ ക്ലോസ് ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലീവ് ആവുന്നതിന് കുറച്ച് മുന്നേ ദിവസം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ലീവിന് നമുക്ക് സൂക്ക് വാക്കിഫ്ക്ക് പോകാമെന്നുള്ളത്. ഇതൊരു ഓൾഡ് ട്രഡീഷണൽ മാർക്കറ്റാണ് കേട്ടോ. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ, ഒരുപാട് പഴക്കമുള്ള ഒരു ഏരിയ പോലെയാണ്. ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടൽ വരെ ആ ഒരു ട്രഡീഷണൽ ലുക്കിലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഉള്ളിലോട്ട് കയറുമ്പോൾ ഇതുപോലെ 2 സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകൾ കാണാം. അപ്പോൾ ഞങ്ങൾ ഉള്ളിലെ കുറച്ച് ഷോപ്പുകളൊക്കെ ഫസ്റ്റ് കണ്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഇനി ഫുഡ് കഴിച്ചിട്ടാവാ ബാക്കി കാണില്ലെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഇപ്പോഴൊന്നും അത്ര ആളുകൾ വന്നു തുടങ്ങണേ ഉള്ളൂ. വൈകുന്നേര സമയങ്ങളിലാണ് ഇവിടെ ഫുൾ ആളുകളും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബായിട്ടുള്ളത്. അങ്ങനെ അവിടുന്ന് ലൈറ്റൊക്കെ പോകുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ തപ്പിപ്പിടിച്ച് വന്നത് ലാസ്റ്റ് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അവിടെ ഒരു വേറെ റൈസിലുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ നെയ്ച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെച്ചിട്ട് എനിക്ക് ആ ബിരിയാണി അത്ര വലിയ ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ നെയ്ച്ചോറും പിന്നെ ചിക്കൻ ചുക്കൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും സൂക്കിലോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളതിന് പുറത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സൂക്കിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാനും കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈറ്റ് ആകുമ്പോഴാണ് ഇവിടെ ഒന്നും കൂടി കാണാൻ രസം എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ടൈമൊക്കെ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലത്തെ ക്യാരക്ടർ ബലൂണൊക്കെ അവൾക്ക് മാഷൻ്റെ ഒക്കെ വേണം പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചു കൊടുക്കുന്നുണ്ട് ഷെജീർ. പിന്നെ അവൾ അത് വെച്ചിട്ട് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് വരുന്നത് വരെയും അവൾ അതുകൊണ്ട് തന്നെ നടക്കുമായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് ടൈമൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഓരോന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് അവിടെ ഒട്ടക സവാരിയും പിന്നെ കുട്ടികൾക്കുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് വന്നിരുന്ന ഷോപ്പുകളുടെ ആ ഒരു ഭാഗത്തേക്കാണ് ഞങ്ങൾ വീണ്ടും വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ പോയ ഒരു ഭാഗത്തേക്ക് തന്നെയാണോ വീണ്ടും വരുന്നത് തോന്നും. കാരണം എല്ലാതും കാണുമ്പോൾ നമുക്കൊരു സെയിം ആണല്ലോ. ഒരുപാട് ക്ലോത്തിൻ്റെ ഷോപ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റിച്ച് ചെയ്യാത്ത മെറ്റീരിയൽസൊക്കെ ആയിട്ട് ഡ്രസ്സ്, ഗോൾഡ്, ഫാൻസി ഐറ്റംസ് എല്ലാം നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. അതുപോലെ ഓരോ ഭാഗങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഒരു ഇടുക്ക് പിടിച്ചിട്ടുള്ള ഇടവഴി മാതിരിയുള്ള ഓരോ സ്ഥലങ്ങളൊക്കെയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിലൂടെ ഒക്കെ വന്നപ്പോൾ ഈ ഒരു ഏരിയക്കാണ്ട് എത്തിപ്പെട്ടത്. ഇവിടെ നിന്നുണ്ടെങ്കിൽ പക്ഷികളുടെ ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം നൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു. സൂക്കിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ ഒരുപാട് ഇങ്ങനെ സ്റ്റാൾസൊക്കെ ഉണ്ട് കേട്ടോ.
അവിടെ ഫുഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ. അവിടെ ദോശ അങ്ങനെയുള്ളതൊക്കെ ലൈവായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ കാണാനായിട്ട് ഒരുപാട് ഭാഗങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തൊന്നും എത്തിയിട്ടുണ്ടാവില്ല. ഒരുവിധം എല്ലാതും ഞങ്ങളിങ്ങനെ നടന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇതായി ഒരു ലൈറ്റോള സെക്ഷൻ നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്. ഇതൊക്കെ വീഡിയോസിൽ കാണുന്നതിനേക്കാൾ കൂടുതലും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പെട്ടെന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാണുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫനാർ മോസ്ക് ആണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അതിങ്ങനെ എടുത്ത് കാണുന്നുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് ടൈം ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ പെട്ടെന്ന് ഈ ഒരു പ്രാങ്ക് ചെയ്യുന്ന തുർക്കിഷ് ഐസ്ക്രീമിൻ്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും നേരിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പം എന്തായാലും ഐസൂനും ചെറുതായിട്ട് പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി മുന്നേ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായി Pini, ice cream, opa, ഞാനിവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ സൂക്ക് ആക്കിഫിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ റീൽസിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കിണറായിരുന്നു. ഇതിലിങ്ങനെ പ്രാവുകളൊക്കെ വന്നിരുന്നിട്ടുള്ള അങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ എന്തായാലും പ്രാവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ അന്വേഷിച്ച് നോക്കിയിരുന്നത് ഈ ഒരു കിണറായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എവിടെയെന്ന് കറക്റ്റ് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ ഞങ്ങൾ മാക്സിമം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന എല്ലാ ഭാഗത്തും പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒരുപാട് ഭാഗങ്ങൾ കാണാത്തൊക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാട് ടൈം ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഊബറൊക്കെ വന്നിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ഇവിടുന്ന് പോകാൻ അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും നല്ല രസമായിരുന്നു. ഇനി റൂമിൽ പോയിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഫുഡൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് പോയി റൂമിൽ കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ റൂമിലൊക്കെ എത്തി കുറച്ച് ടൈമൊക്കെ ആയപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഐസു പിന്നെ പുറത്ത് കളിക്കുകയാണ്. അതിനിടയിലായിട്ട് അവൾക്ക് നെയ്ബർ ചിക്കൻ നഗറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് കഴിക്കുകയാണ്. നൈറ്റ് പിന്നെ ഞങ്ങൾ സാൻഡ്വിച്ച്, മസാല ദോശ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയത്. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്ന ടൈം ആകുമ്പോൾ എന്തായാലും 1 മണി 2 മണിയൊക്കെ ആവട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.